പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്നൊരു വാർത്ത, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-നെ പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. CPM-ൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വാർത്ത വന്നത് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ CPM-നെ ഞെട്ടിച്ചു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കാരണം കരുവന്നൂരിലെ അന്വേഷണം 2-3 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പല നേതാക്കന്മാരെയും വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ചില താഴെത്തട്ടിലുള്ള PR അരവിന്ദാക്ഷനെ പോലുള്ള നേതാക്കന്മാരെ പ്രതി ചേർത്ത് ജയിലിലടച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത്ര ശക്തമായിട്ടുള്ള ഒരു നിലപാട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എടുക്കുമെന്നും CPM എന്ന് പറഞ്ഞ പാർട്ടിയെ തന്നെ പ്രതി ചേർക്കുമെന്നും CPM സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സംഭവം നടന്നതിനെ തുടർന്ന് വലിയ തോതിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്, എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുള്ള ഈ നടപടി, അതായത് CPM എന്ന് പറഞ്ഞ പാർട്ടിയെ പ്രതി ചേർക്കാൻ എടുത്തിട്ടുള്ള ഈ നടപടി ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ്, CPM-ൻ്റെ അംഗീകാരം നഷ്ടപ്പെടുന്നതിലേക്ക് ഈ നടപടി എത്തിച്ചേരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വസ്തുനിഷ്ഠമായിട്ട് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ വാർത്തയ്ക്ക് നിദാനമായിട്ടുള്ളത് 29/6, അതായത് ജൂൺ 29-ാം തീയതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇറക്കിയ വിശദമായ ഒരു പത്രക്കുറിപ്പാണ്. ആ പത്രക്കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങളുമായി വിശദീകരിക്കാൻ പോകുന്നത്. കാരണം വളരെ വസ്തുനിഷ്ഠമായി നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ വളരെ ഈ പറഞ്ഞ പോലെ വേഗമായിട്ടുള്ള ചില കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ എന്താണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ പത്രക്കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ പറയുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഉണ്ട് 2002. അത് പ്രകാരം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ 29.29 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടി. ഇതാണ് അവർ ആദ്യമായി പറയുന്നത്. ഇതിൽ തട്ടിപ്പിൻ്റെ ഗുണഭോക്താക്കളുടെ 28.65 കോടി രൂപയുടെ 18 വസ്തുവകകളും, അതിൽ കെട്ടിടവും ഭൂമിയും ഉൾപ്പെടെയുണ്ട്. അതും തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ പാർട്ടി ഓഫീസും പണിത 10 ലക്ഷം രൂപയുടെ ഭൂമിയും ഉൾപ്പെടും. അപ്പോൾ 18 പേരുടെ, അതായത് തട്ടിപ്പിലെ ഗുണഭോക്താക്കളുടെ 18 വസ്തുവകകൾ, അത് 28.65 കോടി രൂപ, അതിൽ കെട്ടിടവും ഭൂമിയും ഉണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ പാർട്ടി ഓഫീസ് പണിത 10 ലക്ഷം രൂപയുടെ ഭൂമിയും ഉൾപ്പെടും. എന്ന് മാത്രമല്ല, കണ്ടുകെട്ടിയതിൽ മറ്റൊന്നെന്ന് പറയുന്നത് 63.62 ലക്ഷം രൂപയുടെ തൃശ്ശൂർ CPM ലോക്കൽ കമ്മിറ്റികളുടെ 8 ബാങ്ക് അക്കൗണ്ടുകളും ഉൾപ്പെടും. ഈ മറ്റ് വസ്തുക്കൾ, ഭൂമിയും ഇത് മാത്രമല്ല, ഈ ബാങ്ക് അക്കൗണ്ടുകളും ഉൾപ്പെടും. CPM-ന് തട്ടിപ്പിലെ ഗുണഭോക്താക്കളിൽ നിന്ന് സംഭാവനയായിട്ടാണ് പണം ലഭിച്ചത്. തട്ടിപ്പിൻ്റെ ഗുണഭോക്താക്കളിൽ നിന്ന് CPM-ന് പണം ലഭിച്ചത് കരുവന്നൂർ സൊസൈറ്റിയിലെ ഗവർണിംഗ് ബോഡിയിലൂടെ സംഭാവനയായിട്ടാണ് CPM-ന് അത് ലഭിച്ചത്. അപ്പോൾ CPM-ൻ്റെ കൈവശമുള്ള പ്രൊസീഡ്സ് ഓഫ് ക്രൈം, അതായത് ക്രൈമിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പ്രൊസീഡ്സ്, അത് ആ പണം CPM എന്ത് ചെയ്തു, വസ്തുവകകൾ വാങ്ങാനും കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിലവിലുള്ള 5 അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനും CPM ഉപയോഗിച്ചു. അതായത് CPM-ന് ഈ തട്ടിപ്പിലെ ഗുണഭോക്താക്കളിൽ നിന്ന് ലഭിച്ച പ്രൊസീഡ്സ് ഓഫ് ക്രൈമിലെ പ്രൊസീഡ്സ് അവർ വസ്തുവകകൾ വാങ്ങാനും, അതാണ് 10 ലക്ഷം രൂപയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ബാക്കി പണം കരുവന്നൂർ സഹകരണ ബാങ്കിലുള്ള 5 അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനും അവർ ഉപയോഗിച്ചു. ഇനി അവരുടെ പത്രക്കുറിപ്പിലുള്ളത് അവിടെ നടന്ന തട്ടിപ്പ് എങ്ങനെയായിരുന്നു, അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ചിട്ടാണ് അവർ ഇനി വിശദീകരിക്കുന്നത്. അതായത് കരുവന്നൂർ സൊസൈറ്റിയിലെ അംഗങ്ങളുടെ അറിവില്ലാതെ ഒരേ വസ്തുവകകൾക്ക് മേൽ ഒന്നിലധികം തവണ കരുവന്നൂർ ബാങ്കിൽ നിന്ന് വ്യാജ വായ്പകൾ അനുവദിച്ചു. അതായത് ഒരേ വസ്തു തന്നെ, അതിൽ ഒന്നിലധികം തവണ കരുവന്നൂർ സൊസൈറ്റിയിലെ അംഗങ്ങൾ അറിയാതെ വായ്പകൾ അനുവദിച്ചു. നമുക്കറിയാമല്ലോ, കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് 40 വർഷക്കാലമായി CPM ഭരിക്കുന്ന ഒരു ബാങ്കാണ്. അതുപോലെ ബാങ്കിലെ മറ്റംഗങ്ങളുടെ പേരിൽ അംഗങ്ങളല്ലാത്തവർക്ക് പെരുപ്പിച്ച വസ്തുവിലകളുടെ അടിസ്ഥാനത്തിൽ ബിനാമി വായ്പകൾ അനുവദിക്കുകയും അത്തരം വായ്പകൾ തട്ടിയെടുക്കുകയും പ്രതികളായ ഗുണഭോക്താക്കൾ വെളുപ്പിക്കുകയും ചെയ്തു. അതായത് ബാങ്കിലെ അംഗങ്ങളുടെ പേരിൽ അംഗങ്ങളല്ലാത്തവർ
പെരുപ്പിച്ച വസ്തുവകളുടെ അടിസ്ഥാനത്തിൽ ബിനാമി വായ്പകൾ അനുവദിച്ചു. എന്നിട്ട് അത്തരം വായ്പകൾ അവർ സൈഫണ്ട് ഓഫ് ചെയ്തു, അവർ തട്ടിയെടുത്തു. എന്നിട്ട് പ്രതികളായ ഗുണഭോക്താക്കൾ അത് ലോണ്ടർ ചെയ്തു, അത് ആ പണം വെളുപ്പിച്ചു. അതേസമയം ട്രയൽ ഓഫ് മണി, അതായത് പണം പോയ വഴി, ട്രയൽ ഓഫ് മണി കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി പണമായിട്ടാണ് ഈ വായ്പകൾ വിതരണം ചെയ്തത്. വലിയ ചാക്ക് കെട്ടിലുമൊക്കെ വലിയ ചാക്കുകളൊക്കെ ആയിട്ട് പണമായിട്ടാണ് വിതരണം ചെയ്തത്. അത് ട്രയൽ ഓഫ് മണി കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ബാങ്ക് അക്കൗണ്ടിലൊക്കെ കൂടെ പോകുമ്പോഴാണല്ലോ ഈ മണി ട്രയൽ കണ്ടുപിടിക്കുക, അത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് കരുവന്നൂർ ബാങ്കിലെ മാനേജറുടെ ഒത്താശയോടെയും സെക്രട്ടറിയുടെയും ഗവർണിംഗ് ബോഡിയുടെയും അറിവോടുകൂടിയുമാണ് ഇത്തരം ബിനാമി അനധികൃത വായ്പകൾ വിതരണം ചെയ്തത്. അതായത് കോടികളുടെ അനധികൃത വായ്പകൾ വിതരണം ചെയ്തു. അത് CPM ഭരിക്കുന്ന കരുവന്നൂർ ബാങ്കിലെ മാനേജറുടെ ഒത്താശയോടുകൂടിയും സെക്രട്ടറിയുടെയും ഗവർണിംഗ് ബോഡിയുടെയും അറിവോടുകൂടിയുമാണ് ഈ വായ്പകൾ വിതരണം ചെയ്തത്. എന്ന് മാത്രമല്ല, ഈ വായ്പകൾ വിതരണം ചെയ്തത് CPMൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ അറിവോടുകൂടിയായിരുന്നു. ഇങ്ങനെ വിതരണം ചെയ്തതിന് പകരമായി തൃശ്ശൂർ CPM ജില്ലാ സെക്രട്ടറി ഗുണഭോക്താക്കളിൽ നിന്നും സൊസൈറ്റിയിലെ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും പണം സംഭാവനയായി സ്വീകരിച്ചു. ഈ അനധികൃത ഇടപാട് കോടിക്കണക്കിന് രൂപ വായ്പ കൊടുത്തതിന് പകരമായി CPMൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ഗുണഭോക്താക്കളിൽ നിന്നും സൊസൈറ്റിയിലെ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും പണം സംഭാവനയായി സ്വീകരിക്കുകയും കരുവന്നൂർ സഹകരണ സംഘത്തിൽ അനധികൃതമായി ആരംഭിച്ച അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ആണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അതായത് ഈ വായ്പ അനുവദിച്ചതിന് പകരമായി തൃശ്ശൂർ CPM ജില്ലാ സെക്രട്ടറി ഗുണഭോക്താക്കളിൽ നിന്നും സൊസൈറ്റിയിലെ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും പണം സംഭാവനയായി സ്വീകരിക്കുകയും കരുവന്നൂർ സഹകരണ സംഘത്തിൽ അനധികൃതമായി ആരംഭിച്ച അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുകയും ചെയ്തു. അതാണ് CPMലേക്ക് ഈ പണം എങ്ങനെയാണ് വന്നതെന്ന് കാണിക്കും. ഇങ്ങനെ നിക്ഷേപിച്ച പണത്തിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്തിട്ടാണ് CPMൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് 10 ലക്ഷം രൂപ ഉപയോഗിച്ച് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിതത്. ഇത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ് എന്നുള്ളത് കൊണ്ട് ഇത് കോൺഫിസ്കേറ്റ് ചെയ്തു, ഇത് കണ്ടുകെട്ടി. അപ്പോൾ എന്താണ് 2-3 സ്റ്റെപ്പ് എന്താണ്? ഒന്ന്, പാർട്ടിയുടെ അറിവോടുകൂടി കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ അനധികൃത വായ്പകൾ അനുവദിച്ചു. അതിന് പകരമായി ഈ വായ്പ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കളിൽ നിന്നും സൊസൈറ്റിയിലെ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും പണം പാർട്ടി സംഭാവനയായി സ്വീകരിക്കുകയും അത് കരുവന്നൂർ സംഘത്തിലെ തന്നെ അനധികൃതമായി ആരംഭിച്ച അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ പണം, ഇത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്, ഇതെടുത്തിട്ട് 10 ലക്ഷം രൂപയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി വാങ്ങി. ഇത് ED കണ്ടുകെട്ടി. അതിനുശേഷം ആ പത്രക്കുറിപ്പിൽ പറഞ്ഞത് 4 പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. അതിലൊന്ന് സതീഷ് കുമാർ, PP കിരൺ, അരവിന്ദാക്ഷൻ ജിൽസ്. അതിൽ അരവിന്ദാക്ഷൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഇവരിൽ നിന്നെല്ലാം കൂടെ ചേർന്ന് മൊത്തത്തിൽ 117.78 കോടി രൂപയുടെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഇതുവരെ കണ്ടുകെട്ടിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് വളരെ വ്യക്തമാണല്ലോ കാര്യങ്ങൾ. പാർട്ടി ഇതിനകത്ത് എങ്ങനെ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി, വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ EDയുടെ പത്രക്കുറിപ്പിൽ പറഞ്ഞു വച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയെ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ആംബിഗ്വിറ്റിയുമില്ല, ഇതിനകത്ത് ഒരു തരത്തിലുള്ള വേഗ്നെസ്സുമില്ല. ഇത് വളരെ കിറുകൃത്യമാണ് EDയുടെ ഈ നടപടി. അപ്പോൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. കാരണം ഇതിൻ്റെ എല്ലാം ആദ്യാവസാനമുള്ള എല്ലാ രേഖകളും EDയുടെ കയ്യിലുണ്ട്, ഇതിൻ്റെ എല്ലാ തെളിവുകളും EDയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇത് വാദപ്രതിവാദത്തിന് വരുമ്പോഴത്തേക്കും CPMന് വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. ഇത് മദ്യനയ കേസിലെ പോലെ തെളിവില്ലാത്ത കേസല്ല ഇത് മൊത്തം തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. ഇനി ഈ നിലപാട് എങ്ങനെ CPMൻ്റെ അംഗീകാരം റദ്ദാക്കുന്നതിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ പോകാനുള്ള സാധ്യത വളരെ വലുതാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം EDയുടെ കയ്യിലുള്ള ഈ രേഖകളുടെ പശ്ചാത്തലത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രൊസീഡ്സ് ഓഫ് ക്രൈം CPMൻ്റെ കയ്യിലെത്തിയെന്നും ആ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് വാങ്ങാനുള്ള സ്ഥലത്തിന് ആ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഉപയോഗിച്ചുവെന്നും അത് കണ്ടുകെട്ടിയുമെന്നുമുള്ള വസ്തുതകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഗവൺമെൻറ്റിലൂടെ ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചു കഴിയുമ്പോൾ CPMൻ്റെ അംഗീകാരം താക്കുന്ന നടപടിയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പോകേണ്ടി വരുമെന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഇവിടെ വേറൊരു നടപടിയും കൂടി ഉണ്ടായിട്ടുണ്ട്. അതും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവാവസ്ഥ കൂടുതൽ വർദ്ധിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ. അത് കോൺഗ്രസ് നേതാവും മുൻ MLAയുമായിട്ടുള്ള അനിൽ അക്കര ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അതിലെടുത്തിട്ടുള്ള നടപടികളാണ്.
അനിലക്കരെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പറഞ്ഞിരുന്നു, കരുവന്നൂർ കട്ടന്നല്ലൂർ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM അനധികൃത വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ആ വായ്പകൾ ഉപയോഗിച്ചുകൊണ്ട് CPMൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ആ വായ്പകൾ ഏതാണ്ട് 8 കോടിയോളം രൂപ 2019, 20, 21, 24 തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അനിലക്കര നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതായത് 2019, 20, 21, 24 തെരഞ്ഞെടുപ്പുകളിൽ കരുവന്നൂരിൽ നിന്നും കട്ടന്നല്ലൂരിൽ നിന്നും CPM സമാഹരിച്ച അനധികൃത വായ്പകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള പരാതി അനിലക്കര നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരുന്നു. ഈ 8 കോടിയിൽ തന്നെ 2 കോടി രൂപ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിക്കുകയും ചെയ്തിരുന്നു. അത് പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചതാണ്. ഇത് മോഡൽ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്നും ഈ അനധികൃത പണം ഇലക്ഷനിൽ ഉപയോഗിച്ചിരുന്നു എന്നും അനിലക്കര അന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരുന്നു. ഈ പണം മോഡൽ കോഡ് ഓഫ് കോണ്ടാക്റ്റിനെതിരാണെന്നും ഈ അനധികൃത പണം CPM തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിരുന്നെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അനിലക്കര ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അനിലക്കര പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പണം ചെലവഴിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്നത് K. രാധാകൃഷ്ണനായിരുന്നു എന്നും അതുകൊണ്ട് K. രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യവും അനിലക്കര ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ കരുവന്നൂർ കട്ടന്നല്ലൂർ ബാങ്കുകളിൽ നിന്ന് സമാഹരിച്ച അനധികൃതമായിട്ടുള്ള വായ്പകളിലൂടെ വന്ന 8 കോടി രൂപയോളം പണം 4 തെരഞ്ഞെടുപ്പുകളിൽ CPM ഉപയോഗിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കണം എന്നുള്ള ആവശ്യം അനിലക്കര ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിൽ വെക്കുകയും അവർക്ക് കൊടുക്കുകയും അതിന്മേൽ ഇലക്ഷൻ കമ്മീഷൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. അനിലക്കര കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടുള്ള പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്മേൽ മൊഴിയെടുക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയും ക്രൈംബ്രാഞ്ച് അനിലക്കരയുടെ മൊഴിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, അപ്പോൾ 2 കാര്യങ്ങളാണ് ഇപ്പോൾ CPMന് ഭീഷണിയായി വന്നിരിക്കുന്നത്. ഒന്ന്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീഡ്സ് ഓഫ് ക്രൈം CPMൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് എന്നും ആ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഉപയോഗിച്ചുകൊണ്ട് CPM വസ്തുവകകൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടെന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി അവർ CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ ഉൾപ്പെടെ സ്വത്തുകൾ കണ്ടുകെട്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി അവർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPMനെ പ്രതി ചേർത്തിരിക്കുന്നു. ഇത് വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം CPMനുണ്ടാക്കും. കാരണം ഇതിന് മുഴുവൻ തെളിവുകളും അവരുടെ കയ്യിലുണ്ട്. 2, കോൺഗ്രസ് നേതാവായിട്ടുള്ള അനിലക്കരെ 4 തെരഞ്ഞെടുപ്പുകളിൽ CPM ഏതാണ്ട് 8 കോടിയോളം രൂപ ഈ കരുവന്നൂർ കട്ടന്നല്ലൂർ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത് അനധികൃതമായി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നും ആ ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ ഭാഗമായി ആ പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുള്ള ആ പരാതിയിന്മേൽ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. CPMൻ്റെ അംഗീകാരം റദ്ദാക്കണമെന്നാണ് ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇതിൽ നിന്നുണ്ടാവാനുള്ള സാധ്യത വളരെ വലുതാണ്. CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ അംഗീകാരം റദ്ദായി പോകാനുള്ള സാധ്യതയും വളരെ വലുതാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ഇതുവരെയുള്ള നടപടിക്രമങ്ങളിൽ നിന്ന് നമുക്ക് നിരീക്ഷിക്കാവുന്നത് അല്ലെങ്കിൽ നമുക്ക് അനുമാനിക്കാവുന്നത്.